നമ്മളെ വന്ദേ ഭാരതിൽ ചെന്നൈക്കുള്ള യാത്ര മൂന്നാമത്തെ വട്ടാണ് നമ്മൾ. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, ആള് നീതു. അപ്പം ഞങ്ങളിന്നൊരു ലോങ് യാത്രയാണ്, അതായത് സിംഗപ്പൂർ, ചൈന, ഒക്കെ. അതായത് നമ്മളെന്താ പറഞ്ഞാൽ ഒരു ഓട്ടോ ട്രാൻസ്മിഷൻ്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ പോകണം. അതുപോലെ അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. പിന്നെ എന്താ പറയുക, മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡിന് ശേഷം നമ്മളെ ആദ്യത്തെ ഒരു പുറത്തേക്കുള്ളൊരു യാത്രയാണ്. ഈ വന്ദേ ഭാരത് ഉണ്ടായിരുന്നു ഒരു വ്യത്യസ്തം കണ്ടിട്ട് എന്താ പറയുക, കുറച്ചും കൂടി വൃത്തിയുണ്ട്. നമ്മളവിടെ ഓടുന്ന പോലെയല്ല. പിന്നെ ഇത് എപ്പോഴും കാലിയായിട്ടാണ് തോന്നാറ്, വലിയ ആൾക്കാരൊന്നും ഉണ്ടാകാറില്ല. നല്ല വൃത്തിയുണ്ട്, ആളൊന്നുമില്ല. ഏകദേശം ഇവിടുന്ന് 6 മണിക്ക് എടുക്കും. അപ്പോൾ എക്സൈറ്റഡ് ഒന്നുമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ മെയിനായിട്ട് എന്താ പറയുക, നമ്മുടെ ജോലീൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കൊരു ട്രെയിനിങ് കമ്പനി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പോണത്. അപ്പോൾ ചൈനയിൽ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ട്രാൻസ്മിഷൻ്റെ ഒരു മെഷീൻ, നമുക്ക് വാൽബൊടിയെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ, അങ്ങനെ അതിൻ്റെ ആവശ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മൾ നീന്തണം കൂട്ടി, കൊച്ചുങ്ങൾ വീട്ടിലാണ്. അപ്പോൾ അവരെ കൂട്ടിയിട്ടില്ല. ഇനി അടുത്തൊരു പോക്കിന് അവരെ കൂടി കൂട്ടണം. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഓൾറെഡി ക്യാൻഡ് ഫയർ നടക്കുന്നില്ല, അപ്പോൾ അതിൽ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു തുള്ളി പോലും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നേരത്തെ വരണമെന്ന് വിചാരിച്ചു. ഇറങ്ങിയപ്പോഴേക്കും ഷോപ്പിലൊന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ആ ഷോപ്പിൽ നിന്നാൽ അവസ്ഥ അറിയാമല്ലോ, പെട്ടെന്ന് എന്താ പറയുക വേറെ വർക്കിൻ്റെ ഇതിലെല്ലാം സംസാരിച്ച് നിന്നപ്പോഴേക്ക് ശേഷം 10 മണി അങ്ങനെ ആയി. പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും 4 മണി. അപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഇനി കൊത്തിയിൽ കിടന്ന് ഉറങ്ങാമല്ലോ. ഒരു 12 ആകുമ്പോഴേക്കും ചെന്നൈയിലെത്തും. ചെന്നൈയിൽ നമ്മളെ ഫാമിലിയുടെ അടുത്ത് പോയിട്ട് വേണം അവിടെ നിന്ന് നമുക്ക് സിംഗപ്പൂരിലേക്ക്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും വീണ്ടും ഒരു ഹായ്.